أما بعد رب هب لي حكما وألحقني بالصالحين واجعلني لسان صدق في الآخرين واجعلني من ورثة جنة النعيم رب يسر ولا تعسر رب زدني وزدنا علما وحلما وفهما وحفظا وأدبا وعقلا وحكمة وإيمانا كاملا رب تمم بالخير والسعادة كلام قديم لا يمل سماعه تنزه عن قول وفعل ونية به أشتفي من كل داء دليل لقلبي عند جهلي وحيرتي فيا ربي متعني بسر حروفي ونفر به قلبي وسمعي ومقالتي ദയാപരനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശുദ്ധത്തെ പൂർണ്ണമായി കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ, അപരാധങ്ങൾ, മോശത്തരങ്ങൾ, കൊള്ളരുതായ്മകൾ, മുഴുവൻ പാപങ്ങളും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പവിത്രമാക്കപ്പെട്ട ഈ സുദിനത്തിന്റെ ബർക്കത്ത് കൊണ്ട് പരിപൂർണ്ണമായി മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും അവന്റെ സ്നേഹത്തിലും അടുപ്പത്തിലുമായി ജീവിച്ച് മുഅ്മിനായി യഥാർത്ഥ മുസ്ലിമായി മരണപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നമ്മളെ സഹായിച്ചവർ, നമ്മളെ സംരക്ഷിച്ചവർ, നമ്മളെ വളർത്തിയവർ, നമ്മളുമായി സഹവസിച്ചവർ, നമ്മുടെ അയൽക്കാർ, നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ഖബറാളികൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറമാടപ്പെട്ടിരിക്കുന്ന നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, കടമപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു മർഹമത്തിൻ്റെ, മഗ്ഫിറത്തിൻ്റെ, സ്വർഗ്ഗത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു നമുക്ക് തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഇന്നലെ നമ്മിൽ നിന്ന് പറഞ്ഞു പോയ ചെറുപ്പക്കാരൻ ഷമീർ എന്ന സഹോദരൻ അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ രോഗികളായ, അസുഖബാധിതരായ, ആശുപത്രിയിലും വീടുകളിലുമായി ചികിത്സയിൽ കഴിയുന്നവർക്ക് അല്ലാഹു പരിപൂർണ്ണ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിക്കും മദ്രസയ്ക്കും എന്നുവേണ്ട ഇതിൻ്റെ പരിപാലനത്തിനുൾപ്പെടെ ഇതിൻ്റെ ഉന്നമനത്തിനായി ആരെല്ലാം സാമ്പത്തികമായി സഹായിക്കുന്നുണ്ടോ, അതിൻ്റെ പിന്നിൽ മനസ്സാവാചാകർമ്മണ പ്രവർത്തിക്കുന്നുണ്ടോ, എല്ലാവർക്കും അല്ലാഹു ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിബറകത്തി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ അഭയകേന്ദ്രം എന്ന് പറയുന്നത് പരിശുദ്ധമായ പള്ളികളാണ്. ഒരു നാടിൻ്റെ വെളിച്ചമാണ്, പ്രഭയാണ്, തേജസ്സാണ് ഒരു നാടിൻ്റെ പള്ളി എന്ന് പറയുന്നത്. ബാങ്ക് വിളിക്കപ്പെടുന്ന ഏത് പള്ളികളാണെങ്കിലും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അല്ലാഹുവിൻ്റെ ഭവനങ്ങളാണ്. ഒരു വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ അഭയകേന്ദ്രം അവൻ്റെ സങ്കടങ്ങളും, അവൻ്റെ നൊമ്പരങ്ങളും, മനസ്സിൻ്റെ വേദനകളും, പ്രയാസങ്ങളും, മുഴുവൻ പ്രശ്നങ്ങളും, അവൻ ചുമന്നുകൊണ്ട് നടക്കുന്ന മുഴുവൻ ഭാരങ്ങളും ഇറക്കി വെക്കാൻ കഴിയുന്ന നിർഭയത്വത്തിൻ്റെ വീടാണ് പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ പള്ളികൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു ഗൗരവം പള്ളികൾക്ക് നമ്മൾ കൊടുക്കാനില്ല എന്നുള്ളതാണ്. ഒരു വെള്ളിയാഴ്ച കൊണ്ട് മാത്രം പള്ളിയുമായി ബന്ധം അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. പോരാ, ഏത് പ്രശ്നത്തിനും പരിഹാരം പള്ളികളിലാണ്. ഒരു വിശ്വാസിയുടെ സെക്രട്ടേറിയറ്റാണ് പള്ളി എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ മുൻഗാമികളായ ആളുകളുടെ മുമ്പിലേക്ക് ജനങ്ങൾ പ്രശ്നം
പരിഹാരത്തിന് ഓടി വരുമ്പോൾ അവർ ആദ്യമായി വരുന്നത് പള്ളികളിലേക്കാണ്. ആ പള്ളിയിൽ അവർക്കൊരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് പള്ളിയിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് തന്നെ ആ പള്ളികൾ എന്നും ബഹുമാനിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ എല്ലാ ആദരവുകളും പവിത്രതകളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കരങ്ങളാൽ, നമ്മുടെ നാവുകളാൽ, നമ്മുടെ ഹൃദയങ്ങളാൽ, നമ്മുടെ പ്രവർത്തനങ്ങളാൽ പള്ളിയുടെ എല്ലാ സൗമകാര്യങ്ങളും അതിൻ്റെ എല്ലാ ഭംഗികളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മിൽ നിന്നും അങ്ങനെ ഉണ്ടാകാനേ പാടില്ല. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്നും പള്ളിയെ സംരക്ഷിക്കേണ്ടവരാണ് നമ്മൾ. എങ്ങനെയാണ് പള്ളിയെ സംരക്ഷിക്കേണ്ടത്? ആ പള്ളിക്ക് മോടി പിടിപ്പിച്ചിട്ടല്ല, ആ പള്ളിക്ക് കാവൽക്കാരനായി നിന്നുകൊണ്ടുമല്ല, മറിച്ച് ആ പള്ളിയിൽ എന്നും ഇബാദത്തെടുത്തുകൊണ്ടാണ് പള്ളിയെ സംരക്ഷിക്കേണ്ടത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ തന്നെ എത്രയോ പള്ളികൾ പൊളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പള്ളികളെ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ കൂടുതലും അവിടെ നിസ്കരിക്കാൻ ആളുണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്. ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ആളില്ല, ആ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ ആളില്ല, ഒരാൾ പോലും ആ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാനില്ല, ആ പള്ളിയെ പരിപാലിക്കാനില്ല, ആ പള്ളിയെ വൃത്തിയാക്കാനില്ല. കേടുപാടുകളോടുകൂടി പൊടി പിടിച്ച് കിടക്കുന്ന പള്ളികളാണ് അധികം പള്ളികളും. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ മുമ്പിൽ തന്നെ ഒഴുക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ഏറ്റവും വലിയൊരു പരീക്ഷണമാണ്, സമുദായം നേരിടുന്ന ഒരു പരീക്ഷണമാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ കറുത്ത കരങ്ങളാൽ ശത്രുക്കളുടെ കറുത്ത കരങ്ങളിൽ നിന്നും ഈ പള്ളിയെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു മുസ്ലിമായ എന്നെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇബാദത്ത് കൊണ്ട് അലങ്കൃതമാക്കണം. നമ്മുടെ സമയം അധിക സമയം വേണ്ട. ഒരു ദിവസം 5 നേരം അള്ളാഹുവിന്റെ ഈ പള്ളിയിലേക്ക് കടന്നു വരാൻ മനസ്സ് കാണിക്കണം. കാരണം എത്ര പ്രാവശ്യം വീട്ടിലേക്ക് നമ്മൾ കടയിൽ നിന്നും സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ, കച്ചവടം നടത്തുന്നവരാണെങ്കിൽ വീട്ടിലേക്ക് എത്ര പ്രാവശ്യം നമ്മൾ വീട്ടിലേക്ക് കടന്നു പോകും? വീട്ടിൽ കഴിയുന്ന ഒരാളാണെങ്കിൽ മാർക്കറ്റിലേക്ക് നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം വേണ്ടി നോക്കുമ്പോൾ 10 പ്രാവശ്യമെങ്കിലും മാർക്കറ്റിൽ നമ്മൾ കടന്നു പോകും. കൂട്ടുകാരന്റെ വീട്ടിലേക്ക് നമ്മൾ എത്ര പ്രാവശ്യം പോകും? അങ്ങനെ ദിനം ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് പലയിടങ്ങളിൽ പല പ്രാവശ്യം, ഒരു ദിവസം തന്നെ പല പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ, പക്ഷേ പടച്ചവനായ തമ്പുരാൻ ഒരു ദിവസം വിളിക്കുകയാണ്, വരാൻ വിളിക്കുകയാണ്. നമ്മൾ വിളിക്കാത്ത കല്യാണത്തിന് പോലും പോയി ഉണ്ണുന്നവരാണ്, വിളിക്കാത്ത ക്ഷണിക്കാത്ത കാര്യങ്ങൾക്ക് പോയി പോലും ഭക്ഷണം കഴിക്കുന്നവരാണ്. പക്ഷേ പടച്ചവനായ തമ്പുരാൻ നേരിട്ട് വിളിക്കുകയാണ്, വിജയം തരാം, സ്വർഗം തരാം, നിങ്ങൾക്ക് വേണ്ടുന്നത് മുഴുവനും തരാം എന്ന് പടച്ചവനായ തമ്പുരാൻ മൈക്കിലൂടെ, മുഅദ്ദിൻ സാഹിബിന്റെ ശബ്ദത്തിലൂടെ വിളിച്ചു പറയുമ്പോൾ നമ്മളതിന് പുല്ലുവില കൊടുത്തില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നേരിടാൻ പോകുന്നത് വലിയ വലിയ പരീക്ഷണങ്ങളാണ്. അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദുഃഖം കടന്നു വരുമ്പോൾ, പ്രയാസം നേരിടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് ചെല്ലുന്നത് പള്ളിയിലാണ്. ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാം ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസനഹു അംറുൻ സല്ലാ കാനത് റാഹത്തൻ ലഹു മിനൽ ഹുമൂമി വൽ ഹുമൂമി വൽ ഖുറൂർ. അല്ലാഹുവിന്റെ റസൂലിന് ടെൻഷൻ വരുമ്പോൾ, മാനസിക പ്രയാസം വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഓടി പോകുന്നത് പള്ളിയിലേക്കാണ്, 2 റക്അത്ത് നമസ്കരിക്കാനാണ്. എന്നിട്ട് നബിതങ്ങൾ പറയുമായിരുന്നു, ചെന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ച് കഴിയുമ്പോൾ കാനത്ത് ലഹു റാഹത്തുൻ ലഹു മിനൽ ഹുമൂമി വൽ ഹുമൂമി വൽ ഖുറൂർ. നബിതങ്ങൾക്ക് എന്ത് പ്രയാസമാണോ മനസ്സിലുണ്ടായിരുന്നതോ, മനസ്സിൽ എന്ത് നൊമ്പരമാണോ ഉണ്ടായിരുന്നത്, എന്ത് വേദനയാണോ ഉണ്ടായിരുന്നത്, അത് മുഴുവനും മാറപ്പെടുകയാണ്. അതിൽ നിന്ന് നബിതങ്ങൾക്ക് മോചനം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുമായിട്ട് ബന്ധപ്പെടണം. ബഹുമാനപ്പെട്ട മഹാന്മാർ പഠിപ്പിക്കുന്ന ഒരു നാട്ടിലേക്ക് നമ്മൾ ചെന്നിറങ്ങുമ്പോൾ ആദ്യമായി നമ്മൾ പോകേണ്ടത് പള്ളിയിലേക്കെന്നാണ്.
അല്ലേ? നമ്മൾ ആദ്യം തിരക്കണം എന്തായാലും നാട്ടിൽ ചെന്നിറങ്ങിയാൽ ബാത്റൂം എവിടെ ഉണ്ടെന്ന് നമ്മൾ തിരക്കണം. ബാത്റൂം എവിടെ ഉണ്ടെന്ന് തിരക്കണത്. ചിലപ്പോൾ നമ്മൾ പള്ളിയിൽ തിരക്കും. എന്തിനാണ്? നിസ്കരിക്കാനല്ല. ഒരു യാത്ര പോകുമ്പോൾ ഇവിടെ അടുത്തെങ്ങാനും വഴിയിലുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഈ കേൾക്കുന്ന ആൾ വിചാരിക്കുന്നതെന്നാ നിസ്കരിക്കാനായിരിക്കും. യഥാർത്ഥത്തിൽ അവർ ഒന്നിന് പോകണം, അല്ലെങ്കിൽ രണ്ടിന് പോകണം. ഇതിനാണ് ഈ പള്ളി തിരക്കേണ്ടത്. യഥാർത്ഥത്തിൽ ആ പള്ളിയിലേക്ക് മൂത്രമൊഴിക്കാനല്ല അവൻ തിരക്കേണ്ടത്. ഇനി അഥവാ നിങ്ങൾ യാത്ര പോകുമ്പോ ഏതെങ്കിലും പള്ളി അന്വേഷിച്ചിട്ട് പോയി അവിടെ പോയി ഒന്നിനോ രണ്ടിനോ നിങ്ങൾ പോകുന്നുവെങ്കിൽ ഒന്നുകൂടെ തന്റെ രണ്ടരക്കാലത്തെ തയ്യത്ത് നമസ്കരിച്ചിട്ട് ആ പള്ളിയിൽ നിന്ന് നിങ്ങൾ പോയാൽ, സഹോദരങ്ങളെ, നിങ്ങൾ ഏത് പള്ളിയിലാണോ, ഏത് നാട്ടിലെ പള്ളിയിലാണോ നിങ്ങൾ രണ്ടരക്കാലത്ത് നമസ്കരിച്ചത്, ആ നമസ്കരിച്ച പള്ളി നാളെ പടച്ചവന്റെ മുമ്പിൽ നാളെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്ന് ലോകത്തിന്റെ ഗുരുവേ നബി മുഹമ്മദ് മുസ്തഫ. എവിടെയെല്ലാം നമ്മൾ പോയി നിസ്കരിച്ചിട്ടുണ്ടോ, ഏതെല്ലാം മുസല്ലകളിൽ സുജൂദ് ചെയ്തിട്ടുണ്ടോ, ഏതെല്ലാം തറകളിൽ നമ്മൾ പോയി റുക്കൂഉം സുജൂദ് ചെയ്തിട്ടുണ്ടോ, എവിടെയെല്ലാം ഇരുന്ന് ഖുർആൻ ഓതിയിട്ടുണ്ടോ, എവിടെയെല്ലാം ഇരുന്ന് തസ്ബീഹ് നടത്തിയിട്ടുണ്ടോ, ആ സ്ഥലങ്ങളിൽ മുഴുവനും നമുക്ക് നാളെ അനുകൂലമായി സ്വർഗം തരുന്നതിന് വേണ്ടി സാക്ഷി നിൽക്കും. മാത്രമല്ല, നമ്മൾ മരണപ്പെടുമ്പോൾ ആ സ്ഥലങ്ങളെല്ലാം നമുക്ക് വേണ്ടി തേങ്ങിക്കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഭാഗ്യവാന്മാരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്നും മാറി ഒരടി ഇങ്ങോട്ട് മാറിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സുന്നത്ത് നിസ്കരിക്കേണ്ടത്. ഫർദ് നിസ്കാരം ഇവിടെ നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിക്കേണ്ടത് തൊട്ടപ്പുറത്ത് ഒരടി ഇങ്ങോട്ട് മാറിയിട്ടാണ്. കാരണം ഈ ഫർദ് നമസ്കരിച്ച സ്ഥലവും നിങ്ങൾക്ക് സാക്ഷിയാകണം, സുന്നത്ത് നിസ്കരിച്ച സ്ഥലവും സാക്ഷിയാകണം. എന്നിട്ട് ഖുർആൻ ഓതുമ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് മാറി നിങ്ങൾ ഖുർആൻ ഓതണം. അപ്പൊ ഖുർആൻ ഓതുന്ന സ്ഥലവും സാക്ഷി. ഈ പള്ളിയിലെ ദിവസങ്ങൾ മുഴുവനും നാളെ സാക്ഷിയായിട്ട് ഒരു അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ വേണ്ടേ? അങ്ങനെ വേണ്ടേ? അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പള്ളികൾ അഭയകേന്ദ്രമായിട്ട് നമ്മൾ മാറ്റണം. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പറയാനുള്ള ഒരു അഭയകേന്ദ്രമായിട്ട് മാറ്റണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പറഞ്ഞു. ബഹുമാനപ്പെട്ട സക്കറിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്രയോ ആളുകളായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. പടച്ചവനായ തമ്പുരാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട് ഒരു കുഞ്ഞിക്കാര് കാണാൻ, ഒരു സന്താന സൗഭാഗ്യത്തിനു വേണ്ടി സക്കറിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കറിയാ നബിയുടെ പ്രാർത്ഥന പടച്ചവനായ തമ്പുരാൻ സ്വീകരിക്കാൻ തീരുമാനിച്ചു. സക്കറിയാ നബിക്ക് അതിന്റെ സന്തോഷം അറിയിച്ചു കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സന്തോഷത്തിന്റെ വാർത്തയുമായിട്ട് സക്കറിയാ നബിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയാണ്, അതിനെക്കുറിച്ച് നമ്മളോട് പ്രതിപാദിക്കുകയാണ്. ഫനാദത്തുൽ മലായിക ഫനാദത്തുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സക്കറിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു കുഞ്ഞിക്കാല് കിട്ടാൻ പോകുന്നു, ഒരു കുഞ്ഞിനെ കിട്ടാൻ പോകുന്നു, ഒരു കുഞ്ഞിനെ കിട്ടാൻ പോകുന്നു. പടച്ചവനായ തമ്പുരാനെ സന്താന സൗഭാഗ്യം കൊടുക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത എവിടെ ഇരിക്കുമ്പോഴാണ് കിട്ടിയതെന്നറിയോ? യുസല്ലി ഫിൽ മിഹ്റാബ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സൂറത്തു ആലി ഇംറാൻ, സക്കറിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പള്ളിയിലിരുന്നുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ്, അല്ലാഹുവിനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സക്കറിയാ നബിക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത്. അന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യാ, അന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യാ. സക്കറിയാ, യഹ്യാ എന്ന് പറയുന്ന പൊന്നുമോൻ, നിങ്ങൾക്ക് ഞാനിതാ ഒരു അനന്തരാവകാശിയായിട്ട് തരാൻ പോവുകയാണ്. സന്തോഷ വാർത്ത, ഒരു ഹാപ്പി ന്യൂസ്. അതെവിടെ നിന്നാണ് കിട്ടിയത്? എവിടെ ഇരിക്കുമ്പോഴാണ് കിട്ടിയത്? പള്ളിയിലിരുന്ന് നിസ്കരിക്കുമ്പോഴാണ്. ആലോചിച്ച് നോക്ക്. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർ പള്ളിയിലേക്ക് വരണം, റക്അത്ത് നിസ്കരിക്കണം. എപ്പോഴും നിസ്കരിക്കേണ്ട. മുഹറിന് മുമ്പ് വന്നൊരു 11:30 മണിയാകുമ്പോൾ 2 റക്അത്ത് ദുഹാ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീട്ടിൽ നിന്നും ഒരാൾ
നിസ്കരിച്ചാൽ അവൻ ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് ലഭിക്കുന്ന അള്ളാഹു നമ്മൾ നിസ്സാരമായിട്ട് കളയാൻ രണ്ടാക്കാത്തുള്ളൂ. വീടിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് നടന്നു വരാൻ ബൈക്കുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ടല്ലോ. വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലും കൂലി കിട്ടും. പക്ഷെ പള്ളിയിൽ ആ നിസ്കാരത്തിന്റെ നിയ്യത്തോടുകൂടി വന്നാൽ എന്തിന്റെ പ്രതിഫലം? എന്തിന്റെ പ്രതിഫലം? ഉംറയുടെ പ്രതിഫലം. 85,000 രൂപ ലാഭമാണ്. ഉംറയുടെ എത്ര വേണം? 85,000 രൂപ വേണം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇന്ന് ഉംറയ്ക്ക് പോയിട്ട് വരാൻ പറ്റുള്ളൂ. ഉംറയുടെ പ്രതിഫലം കിട്ടുന്ന മഹത്തായ ഒരു കർമ്മമാണ് നിസ്കാരം. ഇതേപോലെ എത്രയോ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. വേണ്ട ഫർദ് നമസ്കാരങ്ങളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ നിർവഹിക്കണം. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒലിച്ച് കളയുന്ന നമ്മൾ നജസാക്കി കളയുന്ന വേസ്റ്റ് കുട്ടയിലേക്ക്, ക്ലോസറ്റിലേക്ക് ഒഴിച്ച് കളയുന്ന മൂത്രമുണ്ടല്ലോ, ആ മൂത്രം നജസാണ്. ആ നജസിന്റെ വിലയെങ്കിലും നിസ്കാരത്തിന് കേൾപ്പിക്കണമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എത്ര വലിയ ജോലി തിരക്കാണെങ്കിൽ മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോൾ എന്ത് ചെയ്യും? പിന്നീട് ആളുകൾ വിചാരിക്കും, പിന്നീട് ആളുകൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോകും. ആ ഒരു ഗൗരവമെങ്കിലും നിസ്കാരത്തിൽ കൊടുക്കണമെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മളെ ഉണർത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മൂത്രം ഒഴിക്കാൻ പടച്ചവനായ തമ്പുരാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്നില്ലേ? ചെന്നിരുന്നിട്ട് മൂത്രം ഒഴിക്കാൻ കഴിയാത്തവരെത്രയോ ആളുകളുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് മൂത്രം അല്ലാഹു ഒരു നിമിഷത്തിലേക്ക് ഒന്ന് പിടിച്ചു വെച്ചാൽ തീർന്നില്ലേ എല്ലാം. അതുകൊണ്ടാണ് മൂത്രം ഒഴിച്ചിട്ട് ഇറങ്ങുമ്പോ മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ടിറങ്ങുമ്പോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വലത് കാല് വെച്ചിട്ട് ഇറങ്ങിയിട്ട് നീ പറയണം, അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നി അൽഅദാ വഅഫാനി. എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ് പറയണം. നല്ലതുപോലെ മൂത്രം ഒഴിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് തന്നില്ലേ, അതുകൊണ്ട് പടച്ചവനെ നിനക്കാണ് സ്തുതി, നിനക്കാണ് നന്ദി. കാരണം എത്രയോ ആളുകൾ കിടന്ന കിടപ്പിൽ ട്യൂബ് ഇട്ട് കണ്ട് കിടക്കുകയാണ്. വർഷങ്ങളായി ട്യൂബ് ചുമന്നുകൊണ്ട് നടക്കുന്നു. പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല അവർക്ക്. കാരണം ഈ നജസ്സും കൊണ്ട് എങ്ങനെ വരും? വിഷമത്തിലാണ് അവർ. അല്ലാഹു അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് പള്ളിയുമായിട്ടൊരു അഭേദ്യബന്ധം. നിസ്കാരം വേണം. പള്ളിക്ക് ബാങ്കിന് ഒരു വില കൊടുക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, അൽഹിന യാ ബിലാൽ, അൽഹിന യാ ബിലാൽ, ഞങ്ങളെ സന്തോഷിപ്പിക്കുക, ഞങ്ങളുടെ മനസ്സിൽ ഒരു സമാധാനം എന്താ, ഒരു ആനന്ദം എന്താ? ഏ ബിലാൽ, ആ ബാങ്ക് സന്തോഷമാണ്, ആ ബാങ്ക് മനസ്സിനൊരു സംതൃപ്തിയാണ്, എന്നും ഒരു ആനന്ദമാണ്, ഒരു കുളിർമയാണ് ബാങ്ക്. അല്ലേ? നമുക്കിപ്പോൾ ബാങ്കെന്ന് കേൾക്കാൻ സമയമില്ല, അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിച്ചു വെച്ചുകൊള്ളുക, ബാങ്ക് വിളിക്കുന്ന സമയത്ത് പൊട്ടിച്ചിരിക്കുന്നവൻ നാളെ പന്നിയുടെ കോലത്തിൽ മഹിഷറയിൽ വരുമെന്ന് ലഭിക്കുന്ന അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ് ബാങ്ക്, പള്ളി, നിസ്കാരം എന്ന് പറഞ്ഞാൽ. ഞാൻ കൂടുതൽ അതിലോട്ട് കിടക്കുന്നില്ല, സമയം ചുരുക്കമാണ്. സഹോദരങ്ങൾ, അതുകൊണ്ട് പള്ളി അഭയകേന്ദ്രമാക്കണം, പള്ളി അഭയകേന്ദ്രമാക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അഭയമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അഭയമാണ്. അതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിം പണ്ഡിതൻ ഇടപെട്ടിട്ട് യമനിൽ വധശിക്ഷയ്ക്ക് വിധേയയായ നിമിഷ എന്ന് പറയുന്ന ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നൊരു പണ്ഡിതൻ ബന്ധപ്പെട്ടപ്പോ ആ നിമിഷ എന്ന് പറയുന്ന സഹോദരിയെ നിമിഷ നേരം കൊണ്ട് ആ കോടതിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇസ്ലാം അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ കൊലപാതകത്തിൽ കൊടുക്കേണ്ട ശിക്ഷ ഇസ്ലാമിൽ കൊലപാതകം തന്നെയാണ്. പക്ഷെ ജിനായത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഇസ്ലാം. ചില ആളുകളൊക്കെ ഈ കൊലപാതകയ്ക്ക് അങ്ങനെ വധശിക്ഷ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും മുമ്പോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഒരു സംഗതി കൂടി പരിശുദ്ധമായ രീതിയിൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതും കൂടി മനസ്സിലാക്കണം നമ്മൾ. ജിനായത്ത് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് നിയത്ത് എന്ന് പറയുന്ന ബ്ലഡ് മണി കൊടുത്താൽ പകരത്തിന് പകരം മരണപ്പെട്ട ആളിനെ, ആ ആളിന്റെ കുടുംബത്തിന്, അദ്ദേഹത്തിന് അവർ ചോദിച്ച
കൊടുക്കുന്ന പൈസ, അത് ലക്ഷങ്ങളാകട്ടെ കോടികളാകട്ടെ, അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് പ്രശ്നം പരിഹരിക്കപ്പെടണം. അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാം. ഇതും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം എന്നും എല്ലാവർക്കും ഇന്ന് അഭയമായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാം നമുക്കും അന്യമാകരുത്, പള്ളികൾ അന്യമാകരുത്, അന്യമാക്കരുത്. അന്യമായി പോകുന്നതല്ല, പള്ളികൾ ഒരിക്കലും നമുക്ക് അന്യമാകൂല, പക്ഷെ നമ്മൾ അന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു രക്ഷമാണ്. അതുകൊണ്ട് പള്ളിയുമായിട്ട് ബന്ധപ്പെടണം, പള്ളിയുടെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പള്ളിയുമായിട്ട് الله